നമസ്കാരം 91 ന്യൂസിലേക്ക് സ്വാഗതം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നേട്ടങ്ങളെ ഇത് ആഘോഷിക്കുന്നു. 2024 വനിതാ ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പെൺപുലികളെ നമുക്കോർക്കാം. നിയമനിർമ്മാണ സഭകളിൽ വനിതകൾക്ക് 33% പ്രാതിനിധ്യം ഉറപ്പു നൽകുന്ന നിയമം പാസാക്കിയെങ്കിലും നടപ്പാക്കാൻ സമയമെടുക്കും. സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയത്തിനു ശേഷമേ ഇതുണ്ടാകുമെന്ന വ്യവസ്ഥയാണ് ഇതിന് കാരണം. ഇതിനിടയിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ വനിതകൾ. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദവി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പാർട്ടിയുടെ അവസാന വാക്ക്. 1999 മുതൽ ലോക്സഭാ അംഗമായിരുന്ന സോണിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗം. മമതാ ബാനർജി കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു. മമത ബംഗാളിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി. രാജ്യത്തെ ആദ്യ വനിതാ റെയിൽവേ മന്ത്രി. ഇന്ത്യ മുന്നണി രൂപീകരണ ചർച്ചകൾ സജീവമായി BJPക്കെതിരെ പട നയിക്കാൻ ഇറങ്ങിയെങ്കിലും കോൺഗ്രസുമായുള്ള സീറ്റുധാരണ എങ്ങും എത്തിയില്ല. മായാവതി രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ UPയിൽ 4 തവണ മുഖ്യമന്ത്രിയായി. അടുത്ത കാലത്തായുള്ള പിൻവലിയൽ അവരുടെ ബഹുജൻ സമാജ് പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ ബാധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം UPയിൽ കാഴ്ചവെച്ചെങ്കിലും ഇക്കുറി സ്ഥിതി പ്രവചനാതീതം. നിർമ്മല സീതാരാമൻ BJP നേതൃനിരയിൽ ഏറ്റവും മുതിർന്ന വനിതാ കേന്ദ്രമന്ത്രിയായ നിർമ്മല നേരത്തെ പ്രതിരോധമടക്കം സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്മൃതി ഇറാനി BJPയിലെ തീപ്പൊരി നേതാവായ കേന്ദ്രമന്ത്രി. 2014 അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ഇവർ കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടി. പ്രിയങ്ക ഗാന്ധി മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന പ്രസംഗ ശൈലി. കോൺഗ്രസ് പ്രതിസന്ധിയിൽ ഉലയുന്നതിനിടെ പാർട്ടിയിലെ പദവി ഏറ്റെടുത്തെങ്കിലും വലിയ രാഷ്ട്രീയ വിജയം ഇപ്പോഴും അകലെയാണ്. സോണിയാഗാന്ധി പിന്മാറിയ റായ്ബറേലി മണ്ഡലത്തിൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം പാർട്ടിയിലുണ്ട്. മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും അവിടെ ഈ പദവി വഹിച്ച ആദ്യ വനിതയും. പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അധ്യക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കെ രാഷ്ട്രീയ നിലപാട് പ്രധാനം. സുപ്രിയ സുലെ രണ്ടായി പിരിഞ്ഞെങ്കിലും ശരത് പവാർ നയിക്കുന്ന NPCയുടെ സാരഥി സ്വാഭാവികമായി എത്തുക മകൾ കൂടിയായ സുപ്രിയ സുലെയിലേക്കായിരിക്കും. ബരാമതി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ സുപ്രിയയുടെ പാർലമെന്ററി ഇടപാടുകൾ ശ്രദ്ധിക്കപ്പെട്ടു. വൃന്ദ കാരാട്ട് CPM പോളിറ്റ് ബ്യൂറോ അംഗം. രാജ്യസഭാ അംഗമായിരുന്ന വൃന്ദ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവം. ആനി രാജ CPI ദേശീയ നിർവാഹക സമിതി അംഗവും മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജ ഇത്തവണ വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ സ്ഥാനാർത്ഥിയായാൽ ആനി രാജയുടെ മത്സരം രാജ്യം ഉറ്റുനോക്കും. കനിമൊഴി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകളും DMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായ കനിമൊഴി ലോക്സഭാംഗമാണ്. കവയിത്രി കൂടിയായ കനിമൊഴിയുടെ സഭാപ്രസംഗങ്ങൾ ശ്രദ്ധേയം. YS ഷർമിള ആന്ധ്രാപ്രദേശിൽ പുതുജീവൻ തേടുന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ സംസ്ഥാന അധ്യക്ഷയായ YS ഷർമിളയിലാണ്. മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മകളും മുഖ്യമന്ത്രി YS ജഗൻമോഹന്റെ സഹോദരിയുമാണ് ഷർമിള. സഹോദരനുമായി അകന്നതോടെ കോൺഗ്രസിലെത്തി പാർട്ടിയിൽ സജീവമായി. രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ ഏറെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സജീവമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ചാനൽ 91.